നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാവും. കാരണം ഞാൻ അതിൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പല കൂട്ടുകാർ പറഞ്ഞതിൻ്റെയും വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ, അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം തരാനാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ സീരിയസ് ആയിട്ട് തന്നെ കാണാനായിട്ട് ഓരോ കീം എഴുതിയ ആൾക്കാരും ശ്രദ്ധിക്കാം. ഇതിൽ ഫസ്റ്റായിട്ട് വരുന്ന ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ട് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ മിക്കവാറും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. ആർക്കിടെക്ചർ എക്സാമിനേഷന് റാങ്കിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ എക്സാമിൻ്റെ റാങ്കിങ് വേണ്ടിയിട്ട് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഈ വരുന്ന 25-ാം തീയതി വരെയാണ്. അപ്പോൾ ആ 25-ാം തീയതിക്ക് ശേഷമായിരിക്കും റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത് ആർക്കിടെക്ചറിൻ്റെ. അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ബിഫാം ആർക്കിടെക്ചർ പരീക്ഷകളുടെയൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പ്രതീക്ഷിക്കാം. അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും 2000 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. മുൻ വർഷങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. അത് ഏർപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പല കുട്ടികളും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ എൻട്രൻസിനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊന്നും താല്പര്യമില്ല എങ്കിലും ചുമ്മാ ഒരു കൈ നോക്കാവുന്ന രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കയറി അപ്ലൈ ചെയ്യും. അപ്പോൾ അവർക്കൂടി വേണ്ടിയിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു അപ്ലൈ ചെയ്ത തമാശയ്ക്ക് ചെയ്ത കുട്ടിയെക്കാട്ടിലും ചെറിയ രീതിയിൽ റാങ്ക് കുറഞ്ഞൊരു കുട്ടിയുടെ അവസരമാണ് ഈ ഒരു കുട്ടി നശിപ്പിച്ച് കളയുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷന് ചെറിയൊരു ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ അത് കാരണം കുറേ സ്പാമിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു 2000 രൂപ കരുതി വെക്കണം. ഈ വർഷം എത്രയാണെന്ന് അറിയില്ല. ഈ വർഷം ഏകദേശം അത്രയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം, നിങ്ങളൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യും. ഈ ഒരു ലാപ്പ് കൊള്ളാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങളൊരു ലാപ്ടോപ്പോ ഫോണോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺസേൺ നിങ്ങൾ നിങ്ങളുടെ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കാറുണ്ടോ? ഇത് നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു മാനേജ്മെൻറ്റ് സീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റ് ആയിക്കോട്ടെ, ഏത് കോളേജോ ആയിക്കോട്ടെ, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിനെക്കുറിച്ചും കോഴ്സിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ നേരിട്ട് അവിടെ പോയി എൻക്വയറി നടത്തേണ്ട അത്യാവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ആ ഒരു കോളേജ് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊരു എൻക്വയറി നടത്തണം. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾ ആദ്യം തന്നെ തിരഞ്ഞെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതായത് കമ്പ്യൂട്ടർ സയൻസ് അതുപോലുള്ള ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര റാങ്ക് വേണമെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഒരുപാട് താഴെയാണെന്നുണ്ടെങ്കിൽ, ഒരു 10-20,000 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ കോളേജ് വെബ്സൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ഒരു കോളേജ് വെബ്സൈറ്റിൽ കയറുക. ആ ഒരു വെബ്സൈറ്റിൽ കോളേജിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ്റെ ജെന്യൂനിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പം കൃത്യമായിട്ടുള്ള രീതിയിൽ കോളേജ് വെബ്സൈറ്റിൽ കിടക്കുന്ന ഇൻഫർമേഷൻസ് മാത്രം കണ്ടിട്ട് ആ ഒരു കോളേജിനെ നിങ്ങൾ അസസ് ചെയ്യരുത്. അവിടെ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ മുൻ വർഷം പഠിച്ച ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം. മിക്ക കോളേജുകൾക്കും മിക്കവാറും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിലെ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ആ ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ പറഞ്ഞു നമ്മൾ. ഓപ്ഷൻ രജിസ്ട്രേഷന് 2000 രൂപ ഫീസ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത് ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ഏത് കോളേജിലായിരിക്കും കിട്ടുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കൂടി, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ കൂടിയും കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരം തരും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിൽ നിങ്ങളുടെ ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതനുസരിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണാം. ആ ഒരു മെമ്മോയിൽ ഒരു ഫീസ് മെൻഷൻ ചെയ്തിരിക്കും. നമ്മൾ ആ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓൺലൈനായിട്ടായിരിക്കും അടയ്ക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസും ഓൺലൈനായിട്ടായിരിക്കും അടയ്ക്കുന്നത്. ഇനി പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിനീയറിങ്ങിന് കയറാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം എന്ന് പറയുന്നത്, തുടർന്ന് അങ്ങോട്ടുള്ള
തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഇൻഷുറൻസ് വരുന്നുണ്ട്. സുരക്ഷാ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് KTU ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, ഇതിനെല്ലാം തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കിടന്ന് ഓടേണ്ടതായിട്ട് വരും. സോ എല്ലാവരും ഒരു ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സീറോ ബാലൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റുഡൻറ്റ് അക്കൗണ്ട് എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ചാർജസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റുഡൻസ് അക്കൗണ്ട് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, കൃത്യമായിട്ട് കോളേജിൻ്റെ വിവരങ്ങൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിലൊരു ഫീസ് കാണാം. നിങ്ങൾ ആ ഒരു ഫീസ് അടച്ച് ആ ഒരു കോളേജിൽ കയറി. ആ ഒരു കോളേജിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, ഒന്നുകിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ആ ഒരു കോളേജിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോളേജ് തന്നെ നിങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ തന്നെ പ്രവേശനം നേടി തുടർന്ന് അവിടെ പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഫസ്റ്റിലേ കൊടുത്ത ഓപ്ഷൻ അല്ല കിട്ടിയതെന്നുണ്ടെങ്കിൽ, താഴത്തെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ മോപ്പപ്പ് ഉണ്ട്, പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ചിലരുടെയൊക്കെ ഡൗട്ടായിരിക്കും, ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ 2000 രൂപ അടച്ചു, ഇനി അവർക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അവരും പേടിക്കേണ്ട. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ആ ഒരു സമയത്ത് എനേബിൾ ആവും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം, അതായത് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഏത് കോളേജിലാണോ ചേരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കോളേജിനെക്കുറിച്ച് മാക്സിമം വിവരങ്ങൾ പരമാവധി കളക്ട് ചെയ്തെടുക്കുക. ഏത് കോഴ്സാണോ ആ കോഴ്സിൻ്റെ തൊഴിൽ സാധ്യതകൾ, അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ എല്ലാം തന്നെ മനസ്സിലാക്കി എടുക്കുക. വേണ്ട അക്രഡിറ്റേഷനുള്ള കോളേജാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു അവയർനെസ് വീഡിയോ പോലെ കണ്ടാൽ മതി. സോ യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.